ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അശ്വിൻ. ഇന്ന് ഞാൻ ഐ ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യാനാണ് പോകുന്നത്. എങ്ങനെ ഒരു റിയലിസ്റ്റിക്കായി വരയ്ക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്കപ്പോൾ ആദ്യം വരയ്ക്കാനുള്ള ടൂൾസ് പരിചയപ്പെടാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പെൻസിൽസ് 2H, 2B, 4B, 6B ആൻഡ് 8B പെൻസിൽസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാർക്കസ്റ്റ് വാല്യൂസിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഡാർക്കസ്റ്റ് പെൻസിലായി 12B ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഹൈലൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ടൂൾസാണ്. നമ്മൾ ഹൈലൈറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇറേസേഴ്സ്, ടോംബമോണോ സീറോ ഇറേസർ, പിന്നെ അപ്സരയുടെ മെക്കാനോ ഇറേസർ, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഇറേസർ യൂസ് ചെയ്യുന്നതാണ്. ഈ ഇറേസറിൻ്റെ ടോപ്പ് പാർട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഷാർപ്പായിട്ട് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്മോൾ ഡീറ്റെയിൽസിന് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു വൈറ്റ് ജെൽ പെന്നും ഞാൻ ഹൈലൈറ്റ്സിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലെൻഡിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾസിനെ പറ്റിയാണ്. നമ്മളിവിടെ ബ്ലെൻഡിങ്ങിന് യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് സിന്തറ്റിക് ബ്രഷ്, പിന്നെ 2 സൈസ് പേപ്പർ സ്റ്റെമ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ചെറുതും ഒരു വലുതും. ഇതിന് പുറമെ നമുക്ക് ടിഷ്യൂ പേപ്പറോ അതോ നമുക്ക് കോട്ടനോ യൂസ് ചെയ്യാവുന്നതാണ് ബ്ലെൻഡിങ്ങിന് വേണ്ടി. പിന്നെ റിയലിസ്റ്റിക് ഡ്രോയിങ് ആയതുകൊണ്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 0.5 മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഡ്രോയിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ടൂൾസ്. നെക്സ്റ്റ് നമുക്ക് ഔട്ട്ലൈനിങ് കിടക്കാം. ഞാനിവിടെ 2H പെൻസിൽ യൂസ് ചെയ്തിട്ട് ലൈറ്റായിട്ടൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷാർപ്പായിട്ടൊരു ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ട് 4 സൈഡിലും നമ്മൾ മാസ്കിൻ ടൈപ്പിൻ്റെ പശ നന്നായിട്ട് കളഞ്ഞിട്ട് ഒട്ടിക്കുകയാണ്. ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് കൃഷ്ണമഴയുടെ ഏറ്റവും നടുക്കുള്ള ഡാർക്കസ്റ്റ് പോർഷനാണ് ആദ്യം ഷെയ്ഡ് ചെയ്യുന്നത്. ഒരു 8B പെൻസിൽ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ബേസ് ലെയർ കൊടുക്കുകയാണ്. ഷെയ്ഡ് ഏറ്റവും ഡാർക്കസ്റ്റ് പോർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ 8B ലെയർ കൊടുത്തതിൻ്റെ മുകളിൽ കൂടെ 12B പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒരു ലെയറും കൂടി ഷെയ്ഡ് ചെയ്യാണ്. അങ്ങനെ ഈ ലെയറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്ട്രാ ഡാർക്കായിട്ടുള്ള റെറ്റിന പാർട്ട് റെഡി ആവും. നെക്സ്റ്റ് നമ്മൾ ചുറ്റുമുള്ള പാർട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. നമ്മളിവിടെ 2H പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. 2H വെച്ചിട്ട് ഒരു ബേസ് ലെയർ അവിടെ അപ്ലൈ ചെയ്യാണ്. അതിനുശേഷം ഒരു ബ്ലെൻഡിങ് ടൂൾ യൂസ് ചെയ്തിട്ട് ആ ബേസ് ലെയർ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മളൊരു 4B പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐറിസിൻ്റെ ഔട്ടർ പോർഷൻ ജസ്റ്റ് ഷെയ്ഡ് ചെയ്യാണ്. ഔട്ടർ പോർഷൻ ഷെയ്ഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഒരു 2B മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐറിസിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ടെക്സ്ചറുകൾ ക്രിയേറ്റ് ചെയ്യാണ്. ലൈറ്റായിട്ട് ചെയ്യുന്നുള്ളൂ, കാരണം അതിൻ്റെ മുകളിൽ കൂടെ നമ്മളടുത്ത് ഡാർക്കർ ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ്. അങ്ങനെ മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് ടെക്സ്ചർ മാർക്ക് ചെയ്ത ശേഷം നമ്മളൊരു 2Bയോ 4Bയോ അല്ലെങ്കിൽ ഒരു 6Bയോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ആ ടെക്സ്ചറുകളുടെ ഡെപ്ത് കൂട്ടാണ്. നെക്സ്റ്റ് നമ്മളൊരു 8B പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐറിസിൻ്റെ ഔട്ടർ ബോർഡറും അതിൻ്റെ ഡാർക്കായിട്ടുള്ള പോർഷൻസും ഒന്നുകൂടി ഒന്ന് ഡാർക്കാക്കി കൊണ്ടുവരാണ്. അതിന് ശേഷം ഒരു 6B പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐറിസിൻ്റെ ഔട്ടർ ബോർഡറിൽ നിന്ന് അതിൻ്റെ സെൻറ്ററിലേക്ക് പിന്നായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ എല്ലാ ഡയറക്ഷനിൽ നിന്നും സെൻറ്ററിലേക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച ശേഷം നമ്മളൊരു ബ്ലെൻഡിങ് സ്റ്റെമ്പോ അല്ലെങ്കിൽ ഒരു ബ്രഷോ യൂസ് ചെയ്തിട്ട് ഈ മൊത്തത്തിൽ ഷെയ്ഡൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നെക്സ്റ്റ് ഒരു 12B പെൻസിലോ അല്ലെങ്കിൽ ഒരു ഡാർക്കർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐറിസിൻ്റെ ഔട്ടർ പോർഷൻ ഒന്നുകൂടി ഒന്ന് ഡാർക്കാക്കി കൊണ്ടുവരികയാണ്. അതിനുശേഷം ഐറിസിനുള്ളിലത്തെ ടെക്സ്ചറുകൾക്ക് ഒന്നുകൂടി ഡാർക്കർ വാല്യൂസ് കൊടുക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ഒരു 4B പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐറിസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഐറിസിൻ്റെ ഔട്ടർ ബോർഡറിലേക്ക് എല്ലാ സൈഡിലേക്കും സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ടോംബമോണോ സീറോ ഇറേസർ യൂസ് ചെയ്തിട്ട് ഐറിസിനകത്ത് ചെറിയ ചെറിയ ഹൈലൈറ്റ്സും ഡീറ്റെയിലിങ്സും ആഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇറേസറിൻ്റെ ടോപ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഷാർപ്പാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. സീറോ ഇറേസർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇറേസർ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൻ്റെ എഡ്ജുകളൊന്ന് ഷാർപ്പാക്കി വയ്ക്കാൻ നോക്കിയാൽ മതി, എന്നാലും ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഹൈലൈറ്റ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വരച്ചതിനൊരു സ്പെഷ്യൽ എഫക്റ്റ്, ഒരു ഡെപ്തൊക്കെ കൂടുതൽ കിട്ടിയ മാതിരി ഒരു ഫീൽ കിട്ടും. അത് കഴിഞ്ഞ് ഐറിസിൽ നമ്മൾ വൈറ്റായിട്ട് ലീവ് ചെയ്തിട്ടുണ്ടായ പോർഷനിൽ ഐലാഷസിൻ്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഷേഡ് വരയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു 2H പെൻസിൽ അല്ലെങ്കിൽ ഒരു 2B പെൻസിൽ യൂസ് ചെയ്ത് ജസ്റ്റ് ലൈറ്റായിട്ട് ആദ്യം ഒന്ന് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു 12B അല്ലെങ്കിൽ ഒരു ഡാർക്കായൊരു പെൻസിൽ യൂസ് ചെയ്ത് അതൊന്നുകൂടി ഒന്ന് ഡാർക്കാക്കുക. അങ്ങനെ നമ്മുടെ ഐറിസിൽ ഐലാഷസിൻ്റെ റിഫ്ലക്ഷൻ സെറ്റായി. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്ത് ചെറിയ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഹൈലൈറ്റ് ഉണ്ടാക്കാൻ പോകണം ഐറിസിൽ. അത് നമ്മൾ റെഫറൻസ് ഇമേജ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഐറിസിൻ്റെ ഷെയ്ഡിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ്
ഐയുടെ വൈറ്റ് പോർഷൻ വരയ്ക്കാൻ പോകുന്നത്. പറയുമ്പോൾ വൈറ്റ് പോർഷൻ എന്ന് പറയുമെങ്കിലും അത് പ്യുവർലി വൈറ്റ് അല്ല, അതിലും ഷെയ്ഡ്സും ഷാഡോസും ഒക്കെ ഉണ്ട്. സോ നമ്മൾ ആ പോർഷനിൽ ഒരു 2H പെൻസിൽ യൂസ് ചെയ്ത് ഒരു ബേസ് ലെയർ ആദ്യം കൊടുക്കാൻ പോവാണ്. അത് ബ്ലെൻഡ് ചെയ്ത ശേഷം നമ്മൾ 4B പെൻസിൽ യൂസ് ചെയ്ത് അതിൻ്റെ ടോപ്പ് പാർട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യണം. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് വരണേ. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഡെപ്തും സ്പെറിക്കൽ ഷേപ്പൊക്കെ ഒരു ഫീൽ കിട്ടും. അങ്ങനെ മുകളിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ താഴെയും ഷെയ്ഡ് ചെയ്യണം. താഴെ നമ്മളൊരു 2B പെൻസിൽ യൂസ് ചെയ്താണ് ഷെയ്ഡ് ചെയ്യുന്നത്. എന്നിട്ട് മൊത്തത്തിൽ ആ ഷെയ്ഡുകളൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അതിനുശേഷം ആവശ്യമാണെങ്കിൽ മുകൾ ഭാഗം ഒന്നുകൂടി ഡാർക്കാക്കുക. ഞാൻ 6B പെൻസിൽ യൂസ് ചെയ്ത ടോപ്പ് പാർട്ട് ഒന്നുകൂടി ഒന്ന് ഡാർക്കാക്കുക. ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ റൈസർ യൂസ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഷെയ്ഡുകൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്താവുന്നതാണ്. അത് കഴിയുമ്പോൾ ഒരു മെക്കാനിക്കൽ പെൻസിൽ അല്ലെങ്കിൽ നല്ലോണം ഷാർപ്പായിട്ടുള്ളൊരു പെൻസിൽ യൂസ് ചെയ്ത് ഞരമ്പുകൾ വരയ്ക്കാവുന്നതാണ്. ഞരമ്പുകൾ വരയ്ക്കുമ്പോൾ എല്ലാ ഞരമ്പും ഒരേപോലെ ആവാണ്ട് നോക്കണം. നമ്മൾ ചിലത് വളരെ ഡാർക്കും ചിലത് വളരെ ലൈറ്റായിട്ടൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ്ങിന് നല്ലൊരു ലുക്ക് കിട്ടും. സോ നെക്സ്റ്റ് നമ്മൾ ഐയുടെ ലെഫ്റ്റ് മോസ്റ്റ് പാർട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ആദ്യം ഒരു 2H പെൻസിൽ യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ലൈറ്റ് ഷെയ്ഡും പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ആവശ്യത്തിന് ഡാർക്ക് ഷെയ്ഡും ആഡ് ചെയ്ത് വരാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള പാർട്സ് നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡ് ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഡാർക്ക് ഷെയ്ഡ്സ് ആഡ് ചെയ്ത് വരാണ്. സോ ഹൈലൈറ്റ്സ് വിടേണ്ടടുത്ത് അധികം ഷെയ്ഡ് ചെയ്യാണ്ട് നോക്കാം. അതിൻ്റെ ഹൈലൈറ്റ്സിൽ ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ മായ്ക്കണമെങ്കിൽ ഇറേസർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്ത് ഹൈലൈറ്റ്സ് കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഐയുടെ പാർട്സ് ഏകദേശം കഴിഞ്ഞു. നെക്സ്റ്റ് ഐലാഷസും സ്കിന്നുമാണ്. ആദ്യം ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു പെൻസിൽ യൂസ് ചെയ്ത് ഐലാഷസിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ചില ഐലാഷുകൾ മാത്രം വരച്ച് വയ്ക്കുക. കാരണം നമ്മൾ അടുത്ത സ്കിൻ ടോൺ വരച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഈ ഐലാഷസ് മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് പെൻസിൽ വെച്ച് ആദ്യം വരയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിൻ ടോൺ ആണ്. സ്കിൻ ടോൺ പലതരത്തിലുണ്ട്, അതിനെപ്പറ്റി നമുക്ക് വിശദമായി മറ്റൊരു വീഡിയോ ചെയ്യാം. സോ ഇപ്പോൾ ആദ്യം ഒരു 2H കൊണ്ട് ഒരു ബേസ് ലെയർ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡാർക്ക്നെസ് കൂടിയ ഏരിയകളിൽ 2Bയും 4Bയും പെൻസിൽസ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുക, അത് ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് സ്കിൻ ടോൺ. അത് നമ്മൾ ഷാർപ്പായിട്ടുള്ള ഇറേസർ യൂസ് ചെയ്തിട്ട് അതിൽ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതാണ് റിയലിസ്റ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ടോംബോ മോണോസീറോ ഇറേസറും അപ്സരയുടെ മെക്കാനോ ഇറേസർ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ടിപ്പ് വെച്ചിട്ട് ചെറിയ ചെറിയ ലൈൻസ് വരച്ചിട്ടാണ് ഡീറ്റെയിലിങ്സ് ആഡ് ചെയ്യുന്നത്, സ്കിന്നിലൊരു ടെക്സ്ചർ കൊണ്ടുവരുന്നത്. അങ്ങനെ സ്കിൻ ടെക്സ്ചർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐലാഷസ് കംപ്ലീറ്റ് ആയി വരയ്ക്കാൻ പോവാണ്. ഐലാഷ് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാൻ പാടില്ല, അതൊരു വളഞ്ഞ ഷേപ്പാണ് ഐലാഷിനുള്ളത്. അപ്പോൾ അങ്ങനെ വരയ്ക്കണം. അത് റെഫറൻസ് നോക്കിയിട്ട് അത് ഏത് ഡയറക്ഷനിലേക്കാണുള്ളത് നോക്കിയിട്ട് ആ ഡയറക്ഷനിലേക്ക് വരയ്ക്കുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് ലെഫ്റ്റ് സൈഡിലേക്കും വളഞ്ഞിരിക്കുകയായിരിക്കും, റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലേക്ക് വളഞ്ഞിരിക്കുകയായിരിക്കും. അങ്ങനെ ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡ് പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു 12B അല്ലെങ്കിൽ കയ്യിലുള്ള ഒരു ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്ത് അതൊന്ന് ഡാർക്കാക്കുക. അങ്ങനെ ഐക്ക് ചുറ്റുമുള്ള സ്കിൻ ടോൺ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഐക്ക് ചുറ്റുമുള്ള സ്കിൻ ടോണും ചെയ്യുക. 12B പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐബ്രോ വരയ്ക്കുകയാണ്. അതിന് ശേഷം ഇറേസർ യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡീറ്റെയിലിങ്സും ആഡ് ചെയ്യുക. അതിന് ബ്ലെൻഡ് ചെയ്ത ശേഷം നമ്മൾ താഴത്തേക്ക് വരാണ്. അങ്ങനെ അടിയിലത്തെ ഡാർക്ക് സ്കിൻ ഏരിയയിൽ നമ്മൾ ആദ്യം ഒരു 2B പെൻസിൽ യൂസ് ചെയ്ത് ആ ഏരിയ ഒന്ന് മാർക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഐലാഷസ് ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യാണ്. അങ്ങനെ നമ്മൾ സ്കിന്നിന് വേണ്ടി 2H പെൻസിൽ യൂസ് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബേസ് ലെയർ ആഡ് ചെയ്യാണ്. അത് മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്യാം. എന്നിട്ട് ഇറേസർ ഷാർപ്പായിട്ടുള്ള ഇറേസർ യൂസ് ചെയ്തിട്ട് ഡീറ്റെയിലിങ്സും പിന്നെ ടെക്സ്ചറും ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മളൊരു 4B പെൻസിൽ യൂസ് ചെയ്തിട്ട് ഡാർക്കർ സ്കിന്ന് വരയ്ക്കുകയാണ്. അതിൻ്റെ താഴെയുള്ള ഡാർക്കായിട്ടുള്ള സ്കിന്ന് വരയ്ക്കുകയാണ്. അവിടെ വെറുതെ ഷെയ്ഡ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ചെറിയ ചെറിയ ലൈൻസ് ചേർന്ന് നിൽക്കുന്ന ചെറിയ ചെറിയ ലൈൻസ് വരയ്ക്കുകയാണ്. അപ്പോൾ അതിക്കൊരു ടെക്സ്ചർ കിട്ടണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
അതെല്ലാം കഴിഞ്ഞ് നമ്മൊന്ന് ബ്ലെൻഡ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇറേസർ, പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇറേസർ എടുത്തിട്ട് സ്കിന്നിൽ ചെറിയ ഡീറ്റെയിലിങ്സ് കൊണ്ടുവരാണ്, ഒരു ടെക്സ്ചർ ഉണ്ടാക്കി കൊണ്ടുവരാണ് സ്കിന്നിൽ ഇറേസർ യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് ഒരു ഡാർക്കർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐലാഷ് ഒന്നുകൂടി ഒന്ന് ഡാർക്കാക്കാണ്. നെക്സ്റ്റ് നമ്മൾ ഐലാഷിൻ്റെയും ഐയുടെയും ഇടയിലുള്ളൊരു പാർട്ട് അതൊന്ന് ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക. അത് ഡാർക്കർ വാല്യൂസ് ഉള്ളിടത്ത് ഡാർക്കർ വാല്യൂസ് ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഹൈലൈറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വൈറ്റ് ജെൽ പെന്നും മോണോ സീറോ ഇറേസറും യൂസ് ചെയ്യാണ്. അതിനുശേഷം 2B പെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ടിയർ ഡ്രോപ്പ് വരയ്ക്കാൻ പോവാണ്. 2B പെൻസിൽ യൂസ് ചെയ്ത് അതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് ഡാർക്കാക്കി ഒന്ന് ബ്ലെൻഡ് ആക്കാണ്. ഇറേസർ വെച്ചിട്ട് അതിൽ ഹൈലൈറ്റ്സ് ഒന്ന് ആഡ് ചെയ്യാണ്. വൈറ്റ് ജെൽ പെൻ ഉണ്ടെങ്കിൽ വൈറ്റ് ജെൽ പെൻ വെച്ച് നമുക്ക് ഹൈലൈറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഫൈനൽ ടച്ചിക്ക് കിടക്കുകയാണ്. നമ്മൾ ഡാർക്കർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഡാർക്ക്നെസ് കൂടുതൽ വേണ്ട സ്ഥലങ്ങളിൽ ഒന്നുകൂടി ഒന്ന് ഡാർക്കാക്കാണ്. അങ്ങനെ നമ്മൾ റിയലിസ്റ്റിക്കായി വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.